ഫാത്തിമ മോളുടെ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്നും ഞാൻ എത്തിയിട്ടുള്ളത്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഏതാണ്ട് ഒരു 1.5 മാസം കഴിഞ്ഞ് അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു CCTV ദൃശ്യം പുറത്തു വരുന്നുണ്ട്. അത് നമ്മളൊന്ന് കണ്ടു നോക്കാം. ഒരു സ്ത്രീയും പുരുഷനുമോടൊപ്പം ഉള്ള 3 കുഞ്ഞുങ്ങളിൽ ദിയ ഫാത്തിമയോട് സാമ്യം തോന്നുന്ന വിധം ഒരു കുഞ്ഞിനെ CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിരുന്നു. അത് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. രാത്രി 10 മണിയോടടുപ്പിച്ച് സമയം ഒരാൾ കടയിൽ വന്നു എന്തൊക്കെയോ വാങ്ങുന്നുമുണ്ട്. കൂടെ ഒരു സ്ത്രീയും അവരുടെ തോളിൽ ദിയ മോളെ പോലെ തോന്നിക്കുന്ന വണ്ണം ഒരു കുഞ്ഞും. കാണാതായ സമയത്ത് ആ മോൾ ധരിച്ചിരുന്നത് പോലെയുള്ളൊരു ഡ്രസ്സും ധരിച്ചിട്ടാണ് ആ മോള് സ്ത്രീയുടെ തോളിൽ ഇരിക്കുന്നത്. ആ മോളെ സ്ത്രീ കൊണ്ടുവരുന്നത് കാണാം. കൂടെ 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടന്നിരുന്നു. എന്നാലും അങ്കമാലിയിൽ വെച്ച് CCTVയിൽ കണ്ട ഈ ആളിനെക്കുറിച്ച് ഇതുവരെ എന്തുമാത്രം അന്വേഷണം നടന്നിട്ടുണ്ട് എന്നറിയില്ല. മോളുടെ ഉപ്പായും ഉമ്മായും ഈ ദൃശ്യം കണ്ട് അത് ദിയ മോള് തന്നെയാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത സ്ഥിതിക്ക് ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയോ എന്ന് വ്യക്തമല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയായിരുന്നു. ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം അന്ന് തന്നെ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനകം ദിയ ഫാത്തിമയെ അന്നേ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. ഇയാളെ കാണാൻ ഒരു മലയാളിയെ പോലെ തോന്നുന്നു. ഇയാളെക്കുറിച്ച് അന്ന് അവിടെ അയാളുടെ അടുത്ത് ഉണ്ടായിരുന്ന ആളുകളോ ഒരു പക്ഷേ ഇയാൾ കയറിയ ബസ്സിൽ കൂടെ സഞ്ചരിച്ചിരുന്നവരായ ഏതെങ്കിലും ആളുകളോ അല്ലെങ്കിൽ ഇവർ ആ ബസ്സിൽ എവിടെ വരെ സഞ്ചരിച്ചു എന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചവരോ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ വിവരം കൈമാറാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇയാൾക്ക് ആ സ്ഥലവും പരിസരവും നല്ലപോലെ അറിയാവുന്ന ഒരാൾ ആണെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ളൊരു KSRTC പോലെ തിരക്കുള്ളൊരു ബസ് സ്റ്റാൻഡിലൊക്കെ അയാൾക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് സമാനതയുള്ളൊരു കേസ് തമിഴ്നാട്ടിലെ ചെന്നൈയിലും നടന്നിരുന്നു. അപ്പോൾ അത് തമിഴാണെങ്കിലും അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ ഇവിടെ കാണാം. அதுக்கப்புறம் ஆட்டோலாம் ஒட்டி விடுவோம். வெளியூர் போகிற பஸ்ஸுங்க கோயம்பேட்டுக்கு போகிறாங்க. அங்கே போயிட்டு அங்கே வெளியூர் போகிற பஸ்ஸு எல்லா பஸ்ஸுலையுமே அதை ஒட்டி எல்லா பஸ்ஸும் அனுப்புவோம். அது போலீஸ் பர்மிஷன் வாங்கி கொடுத்தாங்க, பஸ்ஸில் ஓட்டுறதுக்கு ஒட்டுங்கன்னு சொன்னாங்க. அது வந்து எத்தனை பஸ்ஸு போதோ 2 நாள் அவ்வளோ நோட்டீஸ் ஒட்டி விட்டணும். നവംബർ വന്ന് സെപ്റ്റംബർ 1 നവംബർ വന്ന് 2வது പോകുന്ന അവരുടെ കുഞ്ഞിനെ 2 വയസ്സിലെ കാണാതെ പോയതായിരുന്നു. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി ബാനറുകൾ, നോട്ടീസുകൾ അതൊക്കെ ഓട്ടോയിലും ചെന്നൈയിൽ തന്നെ ഏറ്റവും തിരക്കേറിയ ബസ് സ്റ്റേഷനായ കോയമ്പേടിൽ നിന്നും പുറത്ത് കുറേ ദൂര സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ബസ്സുകളിലൊക്കെ ഇത് ഈ മോളുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് അയക്കുമായിരുന്നു. എത്ര ബസ് പോയിരുന്നോ അതിലൊക്കെ അവർ നോട്ടീസുകൾ ഒട്ടിച്ചയക്കുമായിരുന്നു. ഏതാണ്ട് 13 വർഷം മുമ്പ് ദിയ ഫാത്തിമ മോളെ പോലെ തന്നെ ഒരു മഴയുള്ള ദിവസം ചെന്നൈയിലെ സാലിഗ്രാമം എന്ന സ്ഥലത്തിലെ സ്വന്തം വീട്ടിൽ വെച്ചാണ് 2 വയസ്സുള്ള ഈ കുഞ്ഞിനെ കാണാതാകുന്നത്. അമ്മയും അച്ഛനും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അമ്മ അടുക്കളയിൽ ജോലി തിരക്കിനായിരുന്നു. അപ്പോഴാണ് വന്ന് നോക്കിയപ്പോഴേക്കും ദിയ മോളെ തന്നെ പെട്ടെന്ന് ഈ കുഞ്ഞിനെ കാണാതാകുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഈ കുഞ്ഞിന് 14 വയസ്സ് കാണും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ആ മോളുടെ അന്നത്തെ ചിത്രവും അതിൽ നിന്നും ഇപ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ചിത്രവും വെച്ചിട്ടാണ് പോലീസ് ഇത് എല്ലാ സ്റ്റേഷനിലും, അനാഥാലയങ്ങളിലും, സോഷ്യൽ മീഡിയ, പൊതുസ്ഥലങ്ങളിൽ എല്ലാം ഫോട്ടോ കൊടുത്തിരുന്നു. എന്നാലും ഇതുവരെ ഈ കുഞ്ഞിനെ പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അന്വേഷണം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇന്റലിജൻസ് ടീം വന്നിട്ട് കുഞ്ഞിൻ്റെ AI ഉപയോഗിച്ചിട്ട് പുതുതായിട്ടുള്ള ആ ഇമേജ് അത് ഉപയോഗിച്ചിട്ട് അവരുടെ കഴിവിൻ്റെ പരമാവധി തന്നെ ഈ കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. എത്രയും വേഗം ആ കുഞ്ഞിനെയും അതിൻ്റെ മാതാപിതാക്കൾക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്കമാലിയിൽ KSRTC ബസ് സ്റ്റാൻഡിൽ CCTVയിൽ കണ്ട ആ വ്യക്തിയുടെ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് തന്നെ, ആളിനെ വളരെ വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിൽ തന്നെ CCTVയിൽ നിന്നും ഇമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ ഫോട്ടോ എന്തുകൊണ്ടാണ് ഇതുപോലെ പത്രങ്ങളിലും ബസ്സുകളിലും ഇല്ല പൊതുസ്ഥലങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ അന്ന്
കൊടുത്തിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് അന്ന് നിഷ്പ്രയാസം സാധിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. പോരെങ്കിൽ അന്ന് ദിയാമോളെ കാണാതായിട്ട് വളരെയധികം താമസിച്ചിട്ടുമില്ല, വെറും ഒരു 1.5-2 മാസത്തിനകത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ വഴിക്ക് ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്ന് തന്നെ മോളെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടായിരുന്നെന്ന് തന്നെ നമ്മൾക്ക് വിചാരിക്കാം. അപ്പോൾ കുറ്റവാളി എന്ന് സംശയിക്കുന്നവരുടെ ഫോട്ടോ ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ അവരെ കണ്ടുപിടിച്ച് ധാരാളം കേസുകൾ നോർത്ത് ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും ഫോട്ടോകൾ ഉപയോഗിച്ചിട്ട് ഈ സംശയക്കാരെന്ന് തോന്നുന്ന വ്യക്തികളെ അന്വേഷിച്ച് കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ സാധിച്ച് വിജയിച്ച ഒരുപാട് കേസുകൾ എല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ തന്നെ, നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ പല പല സ്ഥലങ്ങളിലും ഇതുപോലെ ഒരുപാട് കേസുകൾ നടന്നിട്ടുണ്ട്. ഈ വഴിക്ക് അന്വേഷണം നടത്തിയിട്ട് കണ്ടുപിടിച്ചതായിട്ട് അറിയാവുന്ന ഒരുപാട് കേസുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോയാലും നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വഴിക്ക് എന്തുകൊണ്ട് അന്വേഷണങ്ങൾ കൂടുതൽ നടന്നില്ല എന്നുള്ളത് നമ്മൾക്ക് വ്യക്തമല്ല. പക്ഷേ സാധാരണ ഒരാൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും തോന്നാവുന്ന കുറച്ച് സംശയങ്ങളാണ് ഈ വീഡിയോ വഴി ഞാൻ എല്ലാവരുമായിട്ടും പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്തു തന്നെ ആയാലും ഏതെങ്കിലും ഒരു വിധത്തിൽ അന്വേഷണം ഊർജിതപ്പെടുത്തി എത്രയും വേഗം ഈ മോളെ കണ്ടുപിടിച്ച് തിരിച്ച് ഉമ്മയുടെയും ഉപ്പായുടെയും അരികിൽ ആ മോളെ എത്താൻ സാധിക്കട്ടെ. ജുനൈദിൻ്റെ പരിശ്രമങ്ങളും എത്രയും വേഗം, കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹം ഇനി അനുഭവിക്കേണ്ടി വരാതെ തന്നെ എത്രയും വേഗം അല്ലാഹു കുഞ്ഞിനെ കണ്ടുപിടിക്കാനായിട്ട് കൂടെ നിന്ന് ഇവരെല്ലാവരെയും സഹായിച്ചിട്ട്, എല്ലാവരുടെയും പ്രാർത്ഥനകളും കൂടെയുണ്ട്, എല്ലാവരുടെയും സപ്പോർട്ടും കൂടെയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരുടെയും ആ ശക്തി ഉള്ള ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് മോളെ വേഗം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.